ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാലിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 23 ആണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ടോങ് വണ്ടിയിലിരുന്ന് ചെങ്ങ് പറഞ്ഞ ഓരോ കാര്യവും കേട്ടു നോക്കുന്നതാണ്. എന്നിട്ട് അവൻ നേരെ കൈ താഴത്തേക്ക് കൊണ്ടുവന്ന് ടോങ്ങിനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഫോണിൽ ഒരുപാട് പേര് കമൻ്റായി ഗസ് ചെയ്ത് ഇങ്ങനെയാണ് നടന്നത് എന്നെല്ലാം പറയുന്നത് കാണിച്ചുകൊണ്ട്, അതേസമയം വണ്ടിയിലിരുന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയമായിരുന്നു ടോങ്ങിൻ്റെയും ചെങ്ങിൻ്റെയും ഫസ്റ്റ് കിസ്. ചെങ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുട്ടാകുന്നതും ചെങ് നേരെ എഴുന്നേറ്റ് ടോങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ടണലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ചെങ് ഒന്നും അറിയാത്ത പോലെ തന്നെ കിസ് ചെയ്യുന്നതെല്ലാം വിട്ട് പഴയ പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അതേസമയം എങ്ങനെ കമൻറ്റ് വന്നതെല്ലാം കാര്യങ്ങൾ ടോങ് നേരെ ചെങ്ങിനെ പറയുമ്പോൾ, ഓ അവർ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, ഞാൻ ചെയ്തതെല്ലാം അവർ കറക്റ്റായി തന്നെ പറഞ്ഞല്ലോ എന്നെല്ലാം പറയുമ്പോൾ വീണ്ടും ടണലിനുള്ളിലേക്ക് കയറുന്നതും ചെങ് നേരെ വീണ്ടും ടോങ്ങിനെ കിസ്സെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നതും ചെങ് പറയുന്നുണ്ട് ടോങ്ങിനോട്, നീ എൻ്റെ റൂമിൽ എന്തോ മറന്നു വെച്ചിട്ടില്ലേ? ടോങ് ആണെങ്കിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നതും ചെങ് നേരെ കയറിപ്പോയി ടോങ്ങിന് മെസ്സേജ് എല്ലാം അയച്ച് നീ വേഗം റൂമിലേക്ക് വാ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ് ആണെങ്കിൽ ഞാൻ എന്തോ റൂമിൽ മറന്നു വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു, ഇപ്പോൾ എടുത്തു വരാം എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ചെങ്ങിൻ്റെ റൂമിലേക്ക് വന്നതും അവൾ നേരെ നോക്കുന്നതും ചെങ് അവിടെ ഇല്ല. അവൾ ചെങ്ങ് വിളിക്കുന്നതും അവൻ നേരെ ബാക്കിൽ നിന്ന് വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നീ മറന്നു വെച്ചത് എന്നെല്ലാം പറയുന്നു. എന്നിട്ട് അവൾ നേരെ കിസ് ചെയ്യാൻ പോകുന്നതും അവൾ നേരെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ടോങ് നേരെ ഒരുങ്ങി എങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്ന റോയു എല്ലാവരോടും പറയുന്നുണ്ട്, ഇതാ നോക്കിക്കോ, ഇപ്പോൾ തന്നെ ചെങ്ങും ഇതേപോലെ ഇറങ്ങി വരും. അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചെങ്ങും നേരെ ഇറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നെട്ടി അവർ 3 പേരും നേരെ ഇറങ്ങി വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഇതെല്ലാം കേട്ട ചെങ്ങാണെങ്കിൽ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട അവരാണെങ്കിൽ ഓരോരുത്തർക്ക് ഇപ്പോൾ അഫെയർ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് റിലേഷൻ വേണമെന്ന് പറഞ്ഞ ലൂയി മാത്രം ഇപ്പോഴും ജിമ്മ് ചെയ്തിരിക്കുകയാണ്, പാവം ലൂയി എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അതേസമയം മാളിലെത്തി അവിടെയുള്ള കെറ്റിയെ ചെങ്ങിന് ഒരുപാട് ഇഷ്ടമായി. ചെങ്ങ് നേരെ ഇത് ടോങ്ങിനെ പോലെയുണ്ട് കാണാൻ എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിന് അതെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. ടോങ് ആണെങ്കിൽ ചെങ്ങിനോട് ഇതാണോ എനിക്ക് എടുക്കുക, അടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ നടുവിലുള്ളത് എടുത്തോ എന്നെല്ലാം കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുമ്പോഴാണ് ടോങ് നേരെ ചെങ്ങിൻ്റെ ഒരുപാട് ഫാൻസിനെ കാണുന്നതും ചെങ്ങിൻ്റെ കൈവിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവർ പോയതും ടോങ്ങിൻ നേരെ ചെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നതും ചെങ് പറയുന്നുണ്ട്, എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണോ നീ അവരുടെ മുമ്പിൽ എന്നെ അവിടെ കൈവിട്ട് പോയത് എന്നെല്ലാം പറഞ്ഞ് ചെങ്ങ് നേരെ പോയി അവിടെ നിന്ന് ഒരു മാസ്ക് എല്ലാം വാങ്ങുന്നുണ്ട്. ടോങ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കാരണമൊന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞാൻ കാരണം നിൻ്റെ ഫാൻസിനും ഒന്നും പറ്റരുത്, അവർ നിന്നെ വെറുക്കരുത് എന്നെല്ലാം കരുതിക്കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടും ചെങ്ങിന് ഒരു മാറ്റവും വരാതെ അവൻ മാസ്ക് തന്നെ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ടോങ് നേരെ മാസ്ക് മാറ്റി ഒരു കിസ്സെല്ലാം കൊടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഫിലിം കാണാൻ വന്നതും ചെങ്ങ് നേരത്തെ മൂഡ് ഓഫ് എല്ലാം വിട്ട് ഹാപ്പിയായി. എനിക്ക് നേരത്തെ കിസ് അത്ര ഇഷ്ടപ്പെട്ടില്ല, നല്ലോണം ചെയ്യാൻ പറ്റിയില്ല, ഒന്നുകൂടി തരാൻ എന്നെല്ലാം പറയുമ്പോൾ ടോങ് നേരെ തരാൻ പോകുന്ന പോലെ അഭിനയിച്ച് അവനെ പറ്റിക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ അവർ വന്നതും അവർക്ക് അടുത്ത മാച്ച് ദൂരത്ത് പോയിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അവിടെ പോവാൻ പറ്റില്ല, ചെങ്ങ് സമ്മതിച്ചില്ല എന്നെല്ലാം പറയുമ്പോൾ ടോങ് പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമാണ്, ചെങ്ങ് സമ്മതിക്ക് എന്നെല്ലാം പറഞ്ഞ് അവനെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ അവിടേക്ക് എത്തുന്നുണ്ട്. ടോങ് ആണെങ്കിൽ നേരെ അമ്മയെ ഫോൺ വിളിക്കാനായി പുറത്തു പോകുന്നതും അവളുടെ ഫാനായ ഒരു കൊച്ചു പയ്യൻ, എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് നിങ്ങളെപ്പോലെ ഒരു പ്രോ ഗെയിമർ ആകണമെന്നാണ് ആഗ്രഹം, എനിക്ക് വലുതായി നിങ്ങളെപ്പോലെ ആകണം, എനിക്ക് നിങ്ങളെ കൂടെ ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുവന്ന അവൻ്റെ അമ്മയാണെങ്കിൽ
നീ ആരെ കൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്? നീ ആരെ കൂടെയും പോകുന്നില്ല. നീ വലുതായി ഇങ്ങനെ ഒരു ഗെയിമറൊന്നുമായി നടക്കേണ്ട ഒരു ആവശ്യവുമില്ല. നീ നല്ല ജോലിയൊക്കെ ചെയ്ത് പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ടോങ്ങിൻ്റെ അടുത്തേക്ക് ഇതെല്ലാം അറിഞ്ഞു വന്ന ചെങ്ങാണെങ്കിൽ നേരെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതേസമയം ചെങ്ങിനെയും ടോങ്ങിനെയും വിളിക്കാൻ വന്ന ഫാറ്റിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് അവൻ്റെ ഹൃദയമാകെ പൊട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവൻ കണ്ടതറിഞ്ഞ് അവർ രണ്ടുപേരും അവനെ കൂട്ടിക്കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇതാരോടും പറയണ്ട, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് ഞാൻ ഒരുപാട് ഫുഡൊക്കെ വാങ്ങിത്തരാം, നീ ആരോടും പറയണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആരാണ് ആദ്യമായി ഇഷ്ടം തുറന്നു പറഞ്ഞത്? അങ്ങനെ ഫാറ്റി ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഞാനാണ് അവളോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവളെ വേറെ ഏതെങ്കിലും ക്യാപ്റ്റൻ അടിച്ചു കൊണ്ടുപോയേനെ, ഇത് എനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ എന്നെല്ലാം പറഞ്ഞ് അവൻ നല്ല റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതും ഫാറ്റി ആണെങ്കിൽ ഇവൻ എന്താ ഇങ്ങനെ, ഞങ്ങളുടെ ടീമിൽ അഫയർ വേണമെന്ന് തീരുമാനിച്ച ആർക്കും ഒന്നും ആയില്ല, പക്ഷേ ഇങ്ങനെ നിന്ന് നീ അതടിച്ചു കൊണ്ടുപോയില്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർക്ക് റൂമെല്ലാം കിട്ടി. നേരെ ടോങ്ങും ചെങ്ങും കൂടി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, നീ പേടിക്കുകയൊന്നും വേണ്ട, നീ ഡോറ് നല്ല ലോക്ക് ചെയ്ത് അവിടെ ഒരു കസാലയെല്ലാം എടുത്തു വെക്ക്, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലോ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും കട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ രണ്ടുപേരെയും ഈ വർത്തമാനമെല്ലാം കേട്ട് ഫാറ്റിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഫാറ്റി പറയുന്നുണ്ട്, നീ ഇങ്ങനെ റൊമാൻറ്റിക് ആവാതെ ഒന്ന് വെച്ച് കിടന്നുറങ്ങാൻ നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഫാറ്റി ഇതാരോടും പറയാതിരിക്കാൻ വേണ്ടി ചെങ് ഫുഡ് വാങ്ങി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അങ്ങനെ അവൻക്ക് ഫുഡ് വാങ്ങാനായി ചെങ്ങും ടോങ്ങും കൂടി അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ ZGDXൽ എത്തുന്നതും കെയുടെ അച്ഛനും അമ്മയും അവിടേക്ക് എത്തുന്നുണ്ട്. നീ എന്താടാ കോൾ വിളിച്ചെടുക്കാത്തത്, നീ എന്താ ഈ മാസം ഞങ്ങൾക്ക് ചെലവിന് അയച്ചു തരാത്തത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് കെ അവിടെ നിന്ന് പോകുന്നതും അവർ നേരെ ചെരുപ്പെടുത്ത് അവനെ അടിക്കാനായി പോകുന്നുണ്ട്. അവരെല്ലാവരും പിടിച്ചു വെക്കുന്നുമുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്.